ആ ജീവിതം ഇളയ മകന് സംതൃപ്തി നൽകിയിരുന്നില്ല. പിതാവിന്റെ ഭവനത്തിലെ സമൃദ്ധിയെക്കാളും അവന് താല്പര്യം പുറം ലോകത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളിലായിരുന്നു. അവന്റെ കണ്ണുകളിൽ പിതാവ് ഒരു ഭോഷനാണ്. തന്റെ സമ്പത്ത് ഉപയോഗിച്ച് ജീവിതം ആസ്വദിക്കാൻ അറിയാത്ത വെറും ഒരു പഴഞ്ചൻ. പിതാവിന്റെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ ഈ സമ്പത്ത് ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു എന്ന് അയാൾ വിചാരിക്കുന്നു. നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു ധൂർത്തപുത്രൻ. സർവശക്തനായ ദൈവം നമ്മെ കനിഞ്ഞനുഗ്രഹിച്ചിരിക്കുന്നു. 100 മേനി വിളവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കിത് ആഹ്ലാദിക്കാനുള്ള സമയമാണ്. വരുവിൻ, നമുക്ക് നമ്മുടെ പിതാവായ ദൈവത്തെ പാടി സ്തുതിക്കാം. സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. ഇവിടെ എന്താ നടക്കുന്നേ? എപ്പോ നോക്കിയാലും ഒരു പാട്ടും കൂത്തും. നീ എന്താ മകനെ ഈ പറയുന്നത്? നമുക്ക് ധാരാളം വിളവ് നൽകി അനുഗ്രഹിച്ച ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുകയായിരുന്നു. നീയും കൂടെ വരൂ, നമുക്കൊരുമിച്ച് സ്തുതിക്കാം. നിങ്ങൾ തന്നെ സ്തുതിച്ചാൽ മതി. നിങ്ങൾ എപ്പോ നോക്കിയാലും ആഹ്ലാദിക്കുകയും ഉല്ലസിക്കുകയും ചെയ്യുന്നു. എനിക്ക് എന്റെ കൂട്ടുകാരുമൊത്ത് ഉല്ലസിക്കാൻ ഒന്നും കിട്ടുന്നില്ല. എനിക്കിവിടെ മടുത്തു. ഞാനിവിടെ നിന്ന് ദൂരദേശത്തേക്ക് പോവുക. എന്റെ ഓഹരി ഇങ്ങ് തന്നേക്ക്. മകനെ, നിനക്ക് എന്തിന്റെ കുറവാ ഞാൻ വരുത്തിയിട്ടുള്ളത്? നീ തെറ്റായ മാർഗത്തിൽ പോകുന്നതിനെ മാത്രമല്ലേ ഞാൻ എതിർത്തിട്ടുള്ളൂ. വരൂ മകനെ, നമുക്കൊരുമിച്ച് ആഹ്ലാദിക്കാം. ഞാൻ വരുന്നില്ല. എനിക്ക് പോണം. എന്റെ ഓഹരി എനിക്കിങ്ങ് തന്നേക്ക്. എനിക്കുള്ളതെല്ലാം നിന്റേതും കൂടിയല്ലേ മകനെ? പിന്നെ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്തിനാ പിതാവിനോട് കലഹിക്കുന്നത്? നിനക്ക് വേണ്ടതെല്ലാം അദ്ദേഹം നിനക്ക് തരുന്നില്ലേ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ പോകാൻ തീരുമാനിച്ചു. നിന്റെ ഓഹരി ഞാൻ തന്നേക്കാം. പക്ഷെ നിന്റെ ഈ പിതാവ് എന്നെ എന്നും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. നീ നിന്റെ കൂട്ടുകാരുമൊത്ത് പാപത്തിന്റെ വഴിയിൽ പോകുന്നതിനെ മാത്രമല്ലേ ഞാൻ എതിർത്തിട്ടുള്ളൂ. എനിക്ക് കൂടുതൽ ഒന്നും പറയാനില്ല. ഞാൻ പോകുന്നു. ദൈവമേ, ഇവനിതെന്തു പറ്റി? എന്റെ വിഷമം അവൻ മനസ്സിലാക്കുന്നില്ലല്ലോ. എല്ലാരും എന്നെ ഉപേക്ഷിച്ചു. എന്നെ സഹായിക്കാൻ ആരുമില്ല. വിശപ്പും ദാഹവും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഞാനീ പന്നിക്കൂട്ടിൽ മരിച്ചു വീഴും. എന്റെ പിതാവ് പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ചിരിക്കുന്നു. ഞാനീ ലോകത്തിന്റെ മായകളിൽ പെട്ടുപോയി. കൂടെയുള്ളവർ എല്ലാം എന്നെ അപകടത്തിലാക്കി. എന്റെ ജീവിതം നശിച്ചു. ഞാൻ എന്തൊരു പാപിയാണ് ദൈവമേ. സ്നേഹനിധിയായ എന്റെ പിതാവിന്റെ സ്നേഹം ഞാൻ നിരസിച്ചു. തിന്മയുടെ വഴിയിൽ ഞാൻ വീണുപോയി. പിതാവേ, എന്നോട് പൊറുക്കണമേ. എന്തു പറ്റി? എന്തിനാ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത്? എന്റെ പിതാവിന്റെ സ്നേഹം തട്ടിത്തെറിപ്പിച്ച് പാപത്തിന്റെ വഴിയിൽ അകപ്പെട്ടു പോയതോർത്ത് ദുഃഖിക്കുകയാണ് ഞാൻ.
ഞാനൊരു പാപിയാണ്. നിങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് പശ്ചാത്താപിക്കുന്നെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. സ്നേഹനിധിയായിരുന്നു എന്റെ പിതാവ്. പക്ഷേ അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവൻ നശിപ്പിച്ച എന്നെ അദ്ദേഹം ഇനി എങ്ങനെ സ്വീകരിക്കും? നിങ്ങളുടെ തിരിച്ചുവരവും കാത്തിരിക്കുന്ന സ്നേഹനിധിയാണ് നിങ്ങളുടെ പിതാവ്. തന്റെ മക്കളിൽ ആരും നശിച്ചു പോകാൻ ആ പിതാവ് ആഗ്രഹിക്കുന്നില്ല. അവിടുന്ന് നിങ്ങളോട് തീർച്ചയായും ക്ഷമിക്കും, തന്റെ ഭവനത്തിൽ സ്വീകരിക്കുകയും ചെയ്യും. പക്ഷെ ഇനിയും നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ വേദനിപ്പിക്കരുത്. ഇല്ല, ഇനി ഒരിക്കലും ഞാൻ എന്റെ പിതാവിനെ വേദനിപ്പിക്കുകയില്ല. എങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ പിതാവിന്റെ ഭവനത്തിലേക്ക് പോകൂ. നിങ്ങൾ മടങ്ങിച്ചെല്ലുന്നതും പ്രതീക്ഷിച്ചു കാത്തിരിക്കുവാണ് അദ്ദേഹം. നിനക്കിതെല്ലാം എങ്ങനെ അറിയാം? നീ എന്റെ പിതാവിനെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. എനിക്കതറിയാം. എങ്കിലും അവനും എന്റെ മകനല്ലേ. അവൻ തീർച്ചയായും തിരിച്ചു വരും. അവന്റെ പിതാവിന്റെ സ്നേഹം അവൻ തിരിച്ചറിയും. അങ്ങയുടെ ഇഷ്ടം. മകനെ, നീ മടങ്ങി വന്നുവല്ലോ. നീ പോയ നാൾ മുതൽ നിന്നെയും കാത്തിരിക്കുകയായിരുന്നു ഞാൻ. പിതാവേ, ഞാൻ അങ്ങയോട് വളരെയേറെ പാപം ചെയ്തു പോയി. അങ്ങയുടെ മകൻ എന്ന് വിളിക്കപ്പെടാൻ പോലും ഞാൻ യോഗ്യനല്ല. എന്നോട് പുറത്ത് ഒരു ദാസനായി എന്നെ സ്വീകരിക്കണമേ. നീ എന്നും എനിക്ക് പ്രിയപ്പെട്ടവൻ തന്നെ. നീ നിന്റെ തെറ്റ് തിരിച്ചറിഞ്ഞല്ലോ, അത് മതി. നീ തിരിച്ചു വന്നുവോ? നിന്റെ പിതാവും ഞാനും എത്രമാത്രം വിഷമിച്ചു എന്ന് നിനക്കറിയാമോ? എന്നോട് ക്ഷമിക്കൂ സഹോദര. നീ നിന്റെ പിതാവിന്റെ ഭവനം വിട്ടെങ്ങും പോകരുത്. ഈ ലോകത്തിന്റെ മായകളിൽപ്പെട്ട് പാപത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ വേദനിക്കുന്നത് എന്റെ മനസ്സാണ്, തകരുന്നത് എന്റെ ഹൃദയവും. ഇല്ല പിതാവേ, ഇനി ഒരിക്കലും ഞാൻ തെറ്റിന്റെ വഴിയിലേക്ക് പോവുകയില്ല. അങ്ങാണെന്റെ മാർഗം, ഇവിടമാണെന്റെ സ്വർഗം. എല്ലാവരും വരുവിൻ, നമുക്കിത് സന്തോഷത്തിന്റെ ദിവസമാണ്. നമുക്ക് നമ്മുടെ സർവശക്തനായ ദൈവത്തെ പാടി സ്തുതിക്കാം.